ഇതിപ്പോ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തളർന്നു വീണേനെ. കുടിച്ചിട്ട് മൊന്ത വേഗം. എന്നാ കൊണ്ടുപോക്കൂ. കുടിച്ചിട്ട് മതി. എന്നാ കുറച്ച് സമയം തരണം. അണ്ണൻ അന്വേഷിക്കും. ഞാനിവിടെ വരുന്നത് അണ്ണൻ അറിഞ്ഞിട്ടില്ല. അമ്മയ്ക്കറിയാലോ. അമ്മയുടെ കൊടുത്ത രൂപ വാങ്ങിക്കാൻ അമ്മ പറഞ്ഞില്ല. അവരെന്നോട് ചോദിച്ചിരുന്നാ വെച്ചേ. ഇവർക്ക് പാൽ കച്ചവടം ഉണ്ടോ? കച്ചവടമായിട്ടില്ല. എനിക്ക് പിന്നെ നല്ലവരാ. അതെ, നല്ലവരാ. ഗോവിന്ദൻകുട്ടി ആവശ്യത്തിലേറെ സ്വീകരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് വേണ്ട കേട്ടോ. മക്കളെ, വാനമ്പാടിയൻ മക്കളെ, ഞാൻ വളർത്തിയ വാനമ്പാടിയൻ മക്കളെ, വണക്കം കുരുക്കളെ. വണക്കം. നിങ്ങളെ ഈ വേഷത്തിൽ കാണുമ്പോ ഒരു വനചിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗോവിന്ദൻകുട്ടിക്ക് പഴയ ആനന്ദന്റെ നല്ല ഛായയുണ്ട്. ഏതേ? മലമുകളിൽ മാമരത്തിൽ. ஆனால் தோழர்களே, என் தங்கச்சியும் மாப்பிளையும் இன்னைக்கு ட்ரெயினில் வரப்போகுது. திடீர்னு திருப்பி வர வேண்டியிருக்கு. ചെറിയ ലിഫ്റ്റ്. ഞാൻ തിരിക്കാൻ ലേറ്റ് ആവും. ലേറ്റ് ആവും അല്ലേ? ബൈക്കിലല്ലേ? അപ്പൊ കാണാം. ഇടോ, എനിക്ക് ഇവിടെ ബസ് കിട്ടും. 50 പൈസ ചെലവാക്കണ്ടല്ലോ വെച്ച് പറഞ്ഞതാ. സുന്ദരമായി തഴഞ്ഞതിന് നന്ദി. വീണ്ടും ചന്ദിക്കും വരേക്കും വണക്കം ചൊൽവത് റെയിൽവേ പോർട്ടർ രംഗൻ. ചൊടിച്ചിക്കൊണ്ടേ ഇരിക്കുക. ജോസപ്പേ, ഞാൻ എത്തി. ജോസപ്പേ, എത്തിയിട്ടില്ല, ഞാനിവിടെ ഉണ്ട്. ജോസപ്പേ, എന്നെ പിടിച്ചോ. വണക്കം അയ്യർ മാമ. വണക്കം. ഇങ്ങോട്ട് പോരെ, നേരെ പോരെ. വളക്കല്ലേന്ന് പറഞ്ഞില്ലേ? നേരെ വാ, ഇങ്ങോട്ട് വാ, നേരെ വാ. എന്താ അറിയാത്ത പണിക്ക് ഓടുന്ന സൈക്കിളിൽ നിന്ന് പിടിച്ചിറക്കണം. സൈക്കിൾ സ്റ്റാൻഡിലിടണം. അല്ല മിസ്റ്റർ NSA, നിങ്ങൾക്ക് മുഴുവനായി എന്തെങ്കിലും തൊഴിൽ അറിയോ? അറിയാം. തൊഴി കൊണ്ട പത്നി അഥവാ പുനർവിവാഹം. അങ്ങനത്തെ ഒരിടത്തൊരിടത്തൊരിടത്തൊരു പതി പത്നിയെ തൊഴിച്ചു, സ്വന്തം ഭാര്യയെ തൊഴിച്ചു. തൊഴി കൊണ്ട പത്നി പതിയെ ശപിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു. ഹൃദയം പൊട്ടി മരിച്ചു. ലേറ്റസ്റ്റ് ആണോ? അതെ, കേക്കട്ടെ. ഒരിടത്തൊരിടത്തൊരിടത്തൊരു പതി പത്നിയെ തൊഴിച്ചു, എന്തെങ്കിലും സ്വന്തം ഭാര്യയെ തൊഴിച്ചു. നടപടി ദൂഷ്യാവാം. തൊഴി കൊണ്ട പത്നി പതിയെ ശപിച്ചു. ബ്രാഗിന്ന് പറയുന്നില്ല, പോയട്രി. അവിടെ നിൽക്കട്ടെ. ഹൃദയം പൊട്ടി മരിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു. അതൊക്കെ പോട്ടെ. NS ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? ഞാനൊന്നും കഴിച്ചിട്ടില്ലേ. ജോസപ്പേട്ട, ഉൾവിളിയാ? വാങ്ങണ്ട. വായനശാല കണക്കിൽ നിങ്ങളുടെ പറ്റിലെഴുതും 50 പൈസ. അതാ NSന്റെ അടവ്. അപ്പം മേടിക്കണ്ടല്ലേ? വേണ്ട. വേല മനസ്സിലിരിക്കട്ടെ NSA. ഇനി അത് മതി സ്വാമിക്ക്. ഞാൻ കിട്ടുന്ന അപ്പക്കഷ്ണം കഴിച്ച് അവിടെ എങ്ങനെ കിടന്നോളാം. ഹരിചന്ദ്രൻ. ഒരു 20 രൂപ. 20 രൂപ. ഇപ്പൊ ഞാൻ വീട്ടിൽ കൊടുത്ത പാൽ നിങ്ങൾ വിറ്റാ? കാശാണ് വിറ്റത്. നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിൽ എടുത്തോളി. ബാഹദൂർ ശങ്കർ നിങ്ങൾ ഇവിടെ കുടിക്കാനാ ഞാൻ കൊടുത്തയച്ചത്. അത് പാപ്പ. എന്ത് പാപ്പാ? കഷ്ടം. നിങ്ങൾ 1-2 പേരേ ഉള്ളൂ എനിക്ക് തുണയായിട്ട്. അതാ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പാല് കൊടുത്തയക്കുന്നത്. ഞാൻ അറിഞ്ഞു പാല് വിറ്റത്. എനിക്കത് വിഷമമുണ്ട്. പാപ്പ, ആരോടും പറയരുത്. ഞാൻ പറയുന്നില്ല. നിങ്ങൾ വിൽക്കോ ഓടയിൽ ഒഴിക്കോ എന്ത് വേണം ചെയ്തോളൂ. വിറ്റ് മാനം വിൽക്കരുതക്ക. പാപ്പാ, പാലിൽ നിറയെ വെള്ളം ഊറ്റിയിരിക്കെ. ഏണ്ടി എന്നാ പാലിൽ നിറയെ വെള്ളം. ആര് പറഞ്ഞു? കുടിച്ച ഞാൻ പറയുന്നു. സാമില കൊണ്ടാട്ടി സ്വർണ്ണമ്മ പറയട്ടെ പാലില് വെള്ളമാണെന്ന്.
5 പേരും പറ്റ 6ാമത്തെ വയറ്റിലായപ്പോ അതിനെ അലസിപ്പിച്ചിട്ട് അസ്ഥി പോലെ കിടക്കുക ആ സ്ത്രീ. എഴുന്നേറ്റ് നടക്കാൻ ജീവനില്ല. ഉഴക്ക് പാലും വായിക്കും, അത് മുഴുവനും സ്വാമി എന്നെ മോന്തിക്കുകയും ചെയ്യും. പാപ്പ അതിന് കിടക്കരുത്. ആരാടാ സ്വാമി അതിന് കടന്നത്? താനല്ലേ രാവിലെ ഗീർവാണമായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പാല് വെള്ളം കളിക്കാൻ ഞാനല്ല, തന്റെ പൊണ്ടാട്ടിയാ. പകുതി പാല് ആ പാവം കുടിച്ചു കാണും. ജീവൻ കിടക്കണല്ലോ. യാക്ക് വയറ്റിൽ ഉണ്ടാക്കാനല്ലേ അറിയത്തുള്ളൂ. നാളെ പാലെന്നും പറഞ്ഞ് അങ്ങോട്ടെങ്ങാനും വന്ന ചാനകം കലിക്ക് മോന്തയിലൊഴിക്കും. നിന്റെ നാക്ക് മോശം പാപ്പ. നാക്കലോടാ മോശം, ഞാനും മോശമാ. തന്റെ ഉണക്ക സട്ടിക്ക് ഒന്നേ ഫ്രെയിം പോട്ട് കയ്യിലെത്താ. ഞാൻ കഴുത്തെത്തിക്കും. പക്ഷേ പോയാ സരിത മൂഞ്ചിയ പേര് പാലിലെ തണ്ണി ഉത്തരാങ്ങളാണ്. മാമ പത്രം. എന്തിനാടോ ഇത്? ഈ രാജ്യത്തെ മരണക്കണക്കുകൾ അറിയാനും. വാസ്തവം പത്രത്തിൽ ഇപ്പൊ അതേ ഉള്ളൂ. ദൈവങ്ങളുടെ പേരിൽ കൂട്ടക്കൊല, ദേവാലയങ്ങളിലെ വെടിവെപ്പ്. അബൂ, ഗജമുഖ വിലാസത്തിന്റെ മുസ്ലിം മുതലാളി അബൂബക്കർ ആദാൻ. ബ്രാഹ്മണത്തെരുവിലെ പൂണൂലിടാത്ത ഹിന്ദു വാസുദേവൻ നായരാ ഞാൻ. നമ്മൾ തമ്മിലാ അടി. പക്ഷേ നമ്മളത് അറിയുന്നില്ല. എണ്ണത്തിൽ കൂടുതൽ നമ്മളെ പോലുള്ള സാധാരണക്കാരാണ് ചേട്ടാ നല്ല മനസ്സുള്ളവർ. പറഞ്ഞിട്ടെന്ത് കാര്യം? ആ, രൂപയുണ്ടേ 10-20 രൂപ. കടമായിട്ടല്ല. കടമായിട്ടല്ല ഞാൻ തരുന്നതും. പെൻഷന്റെ കാര്യം വല്ലതും എഴുതി വന്നോ? എഴുതി വരാൻ ഞാൻ ചോദിച്ചിട്ട് വേണ്ടേ? അപ്ലൈ ചെയ്തില്ല. കളയുന്നത് എന്തിനാ? കാശല്ലേ. അതെ, കാശ അവശ കലാകാരന്മാർക്കുള്ളതാ. കലാകാരൻ ഒരിക്കലും അവശനാകില്ല. അംഗീകാരം തരട്ടെ, അഭിമാനത്തോടി വാങ്ങാം. ഔദാര്യം വേണ്ട. താൻ തന്ന ഈ രൂപ പോലും ഔദാര്യമാണേ വേണ്ട. ഞാൻ തന്നത് വാസുദേവൻ ഭാഗവതരുടെ അവകാശമാണ്, അബൂബക്കറുടെ കടമയും. കേക്കാൻ സുഖമുണ്ട്. ചാരായം മോന്താൻ പോവുക. അല്പ ഈഗോ ഇരിക്കട്ടെ ഒരു കമ്പനിക്ക്. ബായി ആ കാശ് കൊടുത്ത് ഇയാളെ ചീത്തയാക്കുന്നത്. ഭാഗവതർ കാശ് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. ബായി കാശ് കൊടുക്കും, പക്ഷെ ചാരായത്തിൽ മുക്കിയ തെറി പെരിയസ്വാമി കിട്ടാ. എന്ത് നിലയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനാണ് ഭാഗവതരെന്ന് സ്വാമിക്ക് അറിയാമോ? സ്ഥിരമായ ചിരിയും കാതിൽ അതുപോലെ തന്നെ ചിരിക്കുന്ന വൈരക്കെടുക്ക്, മസ്ലിൻ ജുബായും കോടി കസവുമുണ്ട്, നിറഞ്ഞ ഐശ്വര്യം. ഞങ്ങളുടെ കടയ്ക്ക് മുന്നിലെത്തുമ്പോൾ വാപ്പച്ചി എഴുന്നേറ്റൊന്ന് തൊഴുമായിരുന്നു. ആ നിലയിൽ നിന്ന് ഇന്ന് ഈ തെരുവിൽ ഐത്തം ബാധിച്ചവനായി അടിഞ്ഞുകൂടിയിരിക്കുന്നു. കള്ളു കുടിച്ചും തോന്നിവാസം കാണിച്ചുമാ ഇന്ന് ഈ നിലയിലായത്. അതൊന്നും എനിക്കറിയില്ല. എന്നെ അങ്ങേർക്ക് ഇഷ്ടമാ, എനിക്ക് അങ്ങേരെ. ரவி வெத்தலை எடுத்துட்டு வா. ஏண்டா முத்துகிருஷ்ணா, அந்த கல்யாண சுந்தரம் வந்து பணம் கேட்டான். நாம அவனுக்கு கொடுக்கணுமா? அவன் ஒரு மாதிரி இல்லையோ? ஆமாங்க. ரவி, பூஜா சாமான்லாம் வாங்கியாச்சா? வாங்கியாச்சு. He is coming. Who is coming? Mr. Shankaran. Let us go. Go. பூஜைக்கு ஏற்பாடு பண்ணுங்க. சரிங்க. அப்பா, நான் போயிட்டு வரேன். ஓ, நேர நடந்து போகணும். வழியில் யாரெങ്കിലും കയ്യോ കണ്ണോ കാണിച്ചാൽ നോക്കരുത്. എന്നോടാണോ സ്വാമി? അല്ല അല്ല, കഴുത.